BDJS LDF-ലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയായിരുന്നു. അത് നമ്മള് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ, അതായത് LDF-ലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്, BJP വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നില്ല. പക്ഷെ ചില ആളുകൾ പറയുന്നത് ഇത് LDF-ന്റെ കുഴിമാടം തോണ്ടാനുള്ള അവസാന പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് BDJS LDF-ലേക്ക് വന്നുള്ള കുഴപ്പം? അല്ല, ഇപ്പോ BDJS LDF-ലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളും കിംവദന്തികളും നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോ അതിനെ സ്വീകരിക്കുന്ന രീതിയിൽ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. BDJS-നെ പാർട്ടിയിലേക്ക് എടുക്കുന്നു എന്നുള്ള ഒരു ആഹ്വാനവുമായിട്ട്, അല്ലെങ്കിൽ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി, അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയും പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് വെള്ളാപ്പള്ളി നടേശന്റെയും അതുപോലെ തന്നെ സുകുമാരൻ നായരുടെയും ഒക്കെ ഒരു സജീവമായ ഒരു ഈ പറയുന്ന LDF-നോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോലും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കുന്നു, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ മൗന സമ്മതത്തോടു കൂടി സമ്മതിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയായിരുന്നു ഒരു സമയത്ത് ഈ പറയുന്ന ഇടത് സർക്കാരിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനങ്ങൾ. ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും BDJS പോലൊരു മുന്നണി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം കൂടി ഇനിയിപ്പോൾ LDF-ലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നമ്മൾ ചർച്ച ചെയ്തതനുസരിച്ചാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്നപ്പോ പല SNDP അനുയായികൾക്ക് അല്ലെങ്കിൽ SNDP പ്രവർത്തകർക്ക് പോലും അതിന് താല്പര്യമില്ലായിരുന്നു എന്നും അതുപോലെ തന്നെ CPM പ്രവർത്തകർക്കും ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിനോട് താല്പര്യമില്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വോട്ട് മാറ്റിക്കുത്തി പലയിടങ്ങളിലും LDF-ന് ലഭിക്കേണ്ടിയിരുന്ന ഉറപ്പായ വോട്ട് പോലും ലഭിക്കാതെ 60-65-70% കൂടി UDF വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പൊ ഇവിടുത്തെ മത നേതാക്കന്മാരുണ്ട് ചെയ്യില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പായിരുന്നു തദ്ദേശത്തിൽ നമ്മൾ കണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ സുകുമാരൻ നായർ LDF-ന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുമ്പ് നമ്മൾ കണ്ടത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അപ്പോ ഈ NSS ഇരിക്കുന്ന ചങ്ങനാശ്ശേരി ഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് BJP ആണ്. BJP-യുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ സുകുമാരൻ നായർ പറയുകയാണ്, നിങ്ങൾ LDF-ന് വോട്ട് ചെയ്യണം, LDF-നോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് മുഴുവൻ ഒരു നായർ സൊസൈറ്റിയിൽ ബന്ധപ്പെട്ട ആളുകളല്ലേ കൂടുതൽ അവിടെ കിടക്കുന്നത്. എന്നാൽ അവർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞല്ലേ, അപ്പോ നമുക്കത് കേൾക്കാമോ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇവരാരും LDF-ന് വോട്ട് കൊടുക്കാൻ? അതാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു മത നേതാക്കന്മാരാണെങ്കിലും ഒരു ജാതി നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ വോട്ട് കൊടുത്തില്ല. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ബോധ തലമാണ്. അവർക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും അവർക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാനുമുള്ള എല്ലാ അറിവുകളുമുണ്ട്. അതെ. അപ്പോ ഇവിടെ ബാക്കി, അതായത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്? സ്പർദ്ധകൾ ഉണ്ടാക്കുക. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പൊ മലപ്പുറവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ആ സമയം തൊട്ട് തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഒരു മുസ്ലിം രാജ്യമാക്കണം, മലപ്പുറം മുസ്ലിങ്ങളാണ്, മലപ്പുറത്ത് മുസ്ലിം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധത മുഴുവൻ മലപ്പുറത്തേക്ക് തള്ളിവിടുന്നൊരു സംസാരം അത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം എന്താണ് പറയുന്നത്? മലപ്പുറം ഒരു മുസ്ലിം രാജ്യമായി മാറി. അല്ല, BDJS-ന്റെ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BDJS LDF-ലേക്ക് വരാനുള്ള കാരണം നമുക്കറിയാം. ഈ പറയുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BDJS-ന് പ്രത്യേകിച്ച് പരിഗണന BJP-യുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ NDA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിഷയം. ആശയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ BDJS എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടനയോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. BDJS ഉണ്ടായ കാലം തൊട്ട് BJP-യോടൊപ്പമാണ് നിൽക്കുന്നത്. BJP ഇന്ന് കാണുന്ന ലെവലിലേക്ക് ഞങ്ങൾ BJP-ക്കാരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്കുവച്ചൊരു പാർട്ടിയാണ് BDJS എന്ന് പറയുന്നത്. ഇപ്പോൾ അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് മാത്രമല്ല, നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് BDJS വരുന്നത്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള SNDP-യുടെ വോട്ടും അത്തരത്തിൽ BDJS-ന്റെ വോട്ടും ഇതുപോലെ BJP-ക്ക് ലഭിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് BJP-ക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നു. SNDP-യുടെ കൂടുതൽ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ പറ്റും ഒരു ബേസും ഇല്ലാത്ത ഒരു സംഘടന കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ അവിടെ വേരുറപ്പിക്കുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടാൻ വേണ്ടി, കൂടുതൽ വോട്ട് ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് BDJS പോലൊരു പാർട്ടി അവര്
സമീപിക്കുന്നു, അല്ലെങ്കിൽ BDJS ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധരാകുന്നു. BDJS-മായി ബന്ധപ്പെട്ട് ഈ SNDP-യിലെ വോട്ടുകൾ അവിടേക്ക് പോകുന്നു. പോയതിനു ശേഷം പിന്നീട് അവർ BDJS-നെ മറന്നു. BJP എല്ലാ കാലത്തും നമ്മൾ കണ്ടത്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, എല്ലാ മുന്നണികളെയും കൂട്ടി അവസാനം BJP ഒറ്റ പാർട്ടിയായിട്ടായിരിക്കും പിന്നീട് ഭരിക്കാൻ പോകുന്നത്. അല്ല, സ്വാഭാവികമായും BJP-യുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളി പ്രതിയായതും അതിന് പിന്നാലെ താൻ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പിണറായി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് SNDP-യുടെ ഭാഗത്ത്, SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും BJP വലിയ രീതിയിൽ തന്നെ ചോദിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം SNDP പോയപ്പോൾ എന്നാ പിന്നെ കൂടെ BDJS കൂടെ പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആശയപരമായിട്ട് BDJS-ന്റെ ആശയം എന്താണ്? വർഗീയപരമായിട്ടുള്ള ആശയം തന്നെയാണ്, മതപരമായിട്ടുള്ള ആശയം തന്നെയാണ്. പക്ഷേ അത് മതേതര പാർട്ടി ആയിട്ടുള്ള LDF എന്ന് പറയുന്ന ഒരു പുരോഗമന സംഘടനയ്ക്ക് ചേർന്നൊരു രാഷ്ട്രീയ ആശയമാണോ എന്നൊരു ചോദ്യമുണ്ട്. ആശയങ്ങൾ തമ്മിലാണല്ലോ പോരടിക്കുന്നത്. ഇവിടെ LDF മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്, ഞങ്ങള് അതിനൊക്കെ അപ്പുറത്തേക്ക് തൊഴിലാളി വർഗ പാർട്ടിയാണ്, പുരോഗമന പാർട്ടിയാണ്. അപ്പോ അങ്ങനെ പറയുന്നൊരു പാർട്ടി വർഗീയപരമായിട്ട് ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടികളെ തങ്ങളിലേക്ക് കൊണ്ടുവരുമോ, തങ്ങളിൽ നിലനിർത്തുമോ എന്നൊരു ചോദ്യമാണ്. അത് ആശയപരമായ BDJS ഈ പറയുന്നത് പോലെ ഇടയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് BJP-ക്ക് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഗുണം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം BDJS BJP-യോടൊപ്പം ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ കിട്ടാത്ത വോട്ടുകൾ BDJS LDF-നോടൊപ്പം പോയാൽ BJP-ക്ക് കിട്ടുമെന്നാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം സ്വാഭാവികമായും വരുന്ന പിണറായി വിജയനോട്, പിണറായി സർക്കാരിനോടുമുള്ള ഒരു താല്പര്യക്കുറവ് മതസംഘടനകളെക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ വർഗീയത മാത്രം വിളമ്പുന്ന ഇത്തരത്തിലുള്ള സംഘടനകളെ ചേർത്ത് നിർത്തുമ്പോൾ പൊതുജനങ്ങൾക്ക് പിണറായി സർക്കാരിനോടുള്ള ഒരു താല്പര്യത്തിന് കുറവ് കൃത്യമായി പ്രതിഫലിക്കും. അത് ഈ വരുന്ന, ഇനിയിപ്പോ കഴിഞ്ഞ തദ്ദേശത്തിലും അത് പ്രതിഫലിച്ചിരുന്നു, ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. ഇത് തന്നെയാണ് BJP ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെ വീണാലും നാലുകാലിൽ വീഴാം എന്നുള്ള ഒരു പദ്ധതിയാണ് BJP ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഈ പറയുന്ന BDJS കൂടെ നിന്നതുകൊണ്ടില്ലാത്ത ഗുണങ്ങൾ സ്വാഭാവികമായി BDJS പോയാൽ ലഭിക്കുമെന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെയാണ് ഈ പറയുന്ന BDJS-ന്റെ തീരുമാനം എന്താണ്. LDF എന്തായാലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സ്വന്തം കുഴി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി BDJS-നെ സ്വാഗതം ചെയ്തു. ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും BDJS LDF-ലേക്കാണോ BJP-യിലേക്കാണോ എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിയും.